തമിഴിൽ കണ്ട പോലെ തന്നെ ഞാനൊരു ട്രിപ്പിന് വേണ്ടി പോകാൻ വേണ്ടി റെഡിയാവാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ എനിക്ക് ചെയ്ത് തീർക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ടായിരുന്നു. ഷോപ്പിങ്ങും അങ്ങനത്തെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കവർ ചെയ്തിട്ടില്ല. ഒരാഴ്ചത്തോളമുള്ള വീഡിയോസൊക്കെ ഞാൻ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. എക്സാംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ട്യൂഷൻ ഏകദേശം ഇപ്പം അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ. മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ആവുന്നത് കൊണ്ട് തന്നെയാണ്. സോ ഐ തോട്ട് ഓഫ് ഗിവിങ് സം ഗിഫ്റ്റ് ടു ദം. അതുകൊണ്ട് ഞാൻ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഇങ്ങനെ ഓരോ നോക്കുമായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഷോപ്പിൽ കയറിയിട്ട് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ ഇതുപോലത്തെ ഒരു പെൻ ഹോൾഡർ, പിന്നെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ബുക്കും പെന്നൊക്കെയാണ് കൊടുത്തത്. ഞാൻ എവിടെയാണ് പോകുന്നതെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തതിന് ശേഷം എനിക്ക് മേജറായിട്ട് വാങ്ങിക്കേണ്ട കുറേ അധികം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ ഷോപ്പിംഗ് ഒന്നും ചെയ്യാത്ത ഒരാളാട്ടോ. വളരെ റെയറായിട്ടാണ് ഷോപ്പിംഗ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ള ഡ്രസ് പീസും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോ ദിവസം ഓരോ സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ഡ്രസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്ന് നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു ദിവസം പോയിട്ട് ഓണത്തിന് വേണ്ടിയിട്ടുള്ള പാറുവിൻ്റെ ഡ്രസ്സും അമ്മക്കുള്ള ഡ്രസ്സൊക്കെ ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയ ദിവസമാട്ടോ ഇത്. എനിക്ക് നല്ല കോൾഡാണ്. ഈ ഒരു വോയിസ് ഓവർ കൊടുത്തതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ ട്രിപ്പിനായിട്ട് പോകുന്നത്. അപ്പോൾ മിക്കവാറും നിങ്ങൾ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ എന്നുള്ള രീതിയിൽ ഞാൻ അടുത്ത വീഡിയോ എന്തായാലും ഇടുന്നതാണ്, എവിടെയാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് കുറച്ച് ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വരുന്നുണ്ട്. സോറി ഗൈസ്, അപ്പോൾ കുറച്ച് തിരക്കിലാണ്. ബാക്കിലൊക്കെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഉണ്ടാവും. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ രാവിലെ നമ്മൾ ഒരു ഷൂട്ടുണ്ടായി, ഓണം ഷൂട്ട്. അത് തീർത്ത് വന്നു. ഇനിയിപ്പം പ്രിപ്പറേഷനിലാണ്. ഇവിടെ പായസം റെഡിയാവുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്താണെങ്കിൽ ചിക്കൻ്റെ മസാല ചെയ്തുകൊണ്ടിരിക്കുക. ബിരിയാണി അല്ല, നമ്മൾ സാധാ ഒരു സാമ്പാർ, ചോറ്, മീൻകറി, ചിക്കൻ, പായസം ഇത്രയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് വരാൻ പോകുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അമ്മയുടെ കുടുംബത്തിലെ ആൾക്കാരാണ്. അപ്പോൾ ഞാൻ പോകുന്നത് പ്രമാണിച്ചിട്ടാണ് മെയിനായിട്ട് അവർ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ ഓരോ സാധനങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആമസോണിലൊക്കെ കുറേ ഓർഡർ ചെയ്തിട്ടുണ്ടായി. അതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടി വന്നു. അത് വലിയ സന്തോഷം. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, എങ്ങനെയായിരിക്കും ഇത് കയ്യിലെത്താന്നുള്ളത്. കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഓരോന്ന് കാണാം. ഓക്കെ, അപ്പോൾ പ്രിപ്പറേഷൻസ് എവിടം വരെ എത്തി? ഫോണിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. എല്ലാം ഇനി വരണം. പിന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ അധികം സാധനങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോവാം. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വെച്ച് ഇനിയിപ്പോൾ എന്താ മെയിനായിട്ട് വേണ്ട ഫുഡ് ഐറ്റംസ്, കുറച്ച് ബേക്കറിയും കാര്യങ്ങളെല്ലാം അത് പോകുന്നതിൻ്റെ തലേ ദിവസം അങ്ങനെ വാങ്ങിക്കും. അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ ഓക്കെ. പോകുന്നതിന് മുന്നേ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ് അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഹെയറിലോ ഫേസിലോ? തന്നെയാണ്. ഞാൻ എന്തെങ്കിലും ക്ലീനപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അവിടുത്തെ ക്ലൈമറ്റ് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ എനിക്ക് എത്രത്തോളം എൻ്റെ സ്കിന്നിനെ കെയർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പോൾ തന്നെ കുറേ നവംബറിലാണ് ഞാൻ ലാസ്റ്റ് ക്ലീനപ്പ് ചെയ്ത് ആ ഒരു ഉറപ്പിക്കുന്ന സമയത്ത്. പിന്നെ ഞാനൊന്നും ചെയ്തിട്ടില്ല ഫേസിൽ. കുഴപ്പമൊന്നുമില്ല ഫേസല്ലേ. അപ്പോൾ ഏച്ചി എന്തായാലും പായസമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പാലട പായസം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാലട പായസം എന്ന് പറയുന്നത്. നല്ല കുറുക്കിയിട്ട് പിങ്ക് കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനാണെങ്കിൽ സൈഡിൽ നിന്ന് ചിക്കൻ റോസ്റ്റ് ആയിരുന്നു കേട്ടോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവരൊക്കെ വന്ന് ഫുഡ് കഴിച്ചു. ആദി, ധൃതി, സുഷേച്ചി ഇവരൊക്കെ എന്ന് പറയുന്നത് അമ്മയുടെ കസിൻസാണ്. ഇത് കമലമൂത്ത അമ്മമ്മയുടെ അനിയത്തി, അമ്മയുടെ കസിനാണ് സുഷേച്ചി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പിറ്റേ ദിവസം ഞായറാഴ്ച ഞാനും ഏച്ചി, ദിൽജിത്തേട്ടൻ, പാറു നമ്മളെല്ലാവരും കൂടിയിട്ട് ഒന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടി വിചാരിച്ചു. ഇവിടെ ഇരിക്കൂറിനടുത്തുള്ളതാണ് മാമാനക്കുന്ന് അമ്പലം എന്ന് പറയുന്നത്. മാമാനത്തമ്പലം എന്നാണ് നമ്മൾ പറയുക. മാമാനത്ത് ദേവി അങ്ങനെയൊക്കെ പറയുന്ന ഒരു അമ്പലം. അപ്പോൾ അവിടേക്കാണ് ഞങ്ങളെല്ലാവരും പോകുന്നത്. അപ്പോൾ പാറു ആണെങ്കിൽ ഫുള്ള് ആക്റ്റീവാണ്. അവിടെ കുറേ ആയി ഇപ്പോൾ പുറത്തൊക്കെ പോയിട്ട്. അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പോകാൻ വേണ്ടിയിട്ട്. പിന്നെ പാട്ടൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഡാൻസ് ഇങ്ങനെ കിടന്നോണ്ടൊക്കെ കളിച്ചുകൊണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് ഇട്ടതിൽ എനിക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. ഒന്നാമത് ഈ സാരി പിടിച്ചെടുക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു എന്താ പറയുക വലിച്ചു ചുറ്റി കെട്ടിയൊരു എഫക്റ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു ബ്ലൗസും സാരിയും കൂടിയിട്ട് ദിൽജിത്തേട്ടൻ്റെ അസിസ്റ്റൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് റിസപ്ഷന് വേണ്ടി എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് റിസപ്ഷന് മാത്രമേ കൊള്ളൂ. ഇതിങ്ങനെ ഒരു ഡേ ടൈമിൽ എടുത്ത് പോകാനൊന്നും കൊള്ളത്തില്ല. പിന്നെ സാരി ക്യാരി ചെയ്യാൻ അറിയുന്ന അവർക്ക് എന്നാലും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അങ്ങനെ നമ്മൾ അവിടെ എത്തി. സാധാരണ ഇവിടെ നല്ല തിരക്കുണ്ടാവാറുള്ളതാണ്. നമ്മൾ എത്തിയ ടൈം ഭയങ്കര നല്ല ടൈമായിരുന്നു കേട്ടോ. അതായത് 12 മണിക്കാണ് ഇവിടെ നട തുറക്കുന്നത്. ഉച്ചപൂജയൊക്കെ കഴിഞ്ഞിട്ട്, ഉച്ചപൂജ ഞാൻ തോന്നുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 12:10 അമ്പലത്തിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്.
ഉച്ചയായിട്ട് തന്നെ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഫേമസ് ആണ്. ഇവിടുത്തെ സാമ്പാറും ആ ഉള്ളി അച്ചാറും പായസമൊക്കെ അടിപൊളിയാണ്. നിങ്ങളാരും ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ ഒന്ന് വന്നിട്ട് തൊഴുതിട്ട് പോവും. നല്ല അടിപൊളി അമ്പലം, ഭയങ്കര പഴക്കം ചെന്നൊരു അമ്പലം. ഉള്ളിലേക്ക് കടന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര എന്താ പറയുക, ഭയങ്കര റെസ്റ്റിക് ഫീലൊക്കെ ആയിട്ടുള്ള സംഭവം. പാറുവിന് അവിടെ നിന്നൊരു കുഞ്ഞ് മാജിക് ബുക്കൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോവാണ്. നമുക്ക് ഇനിയും കുറേ ടാസ്ക് ഉണ്ട്. അതായത് നമുക്ക് കുറച്ച് കുടുംബ വീട്ടിലേക്ക് പോകാൻ ഉണ്ട്. കാരണം ഞാനിപ്പോൾ പോവാണല്ലോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നാട്ടിലേക്ക് വരുന്നുള്ളൂ. മേ ബി ഒന്നും എനിക്കറിയില്ല, ഇതൊക്കെ നമ്മൾ തീരുമാനിക്കുന്ന പോലെയല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് എല്ലാ കുടുംബക്കാരൊക്കെ കണ്ട് കുറച്ച് നമ്മുടെ അച്ഛൻ്റെ കുടുംബത്തിലെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള കുടുംബം കേട്ടോ. അവിടെ പോകണം. അത് മാത്രമല്ലാണ്ട് എനിക്ക് എൻ്റെ ഫിയാൻസിൻ്റെ വീട്ടിലൊന്ന് പോകാനുണ്ട്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ പ്ലാന്. പക്ഷെ അവിടെ വീട്ടിൽ പോകുന്നതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അതെന്നോട് മറന്നുപോയി സത്യം പറഞ്ഞാൽ. ഇതുവരെയാണ് ഞാൻ വ്ളോഗ് എടുത്തത്. പിന്നെ ഞാൻ വ്ളോഗ് എടുത്തത് ഫുള്ള് നൈറ്റായിരുന്നു. നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നോട് മറന്നുപോയി. ആക്ച്വലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തതേ അവിടെയൊക്കെ പോകുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുടുംബക്കാർ വീട്ടിലൊക്കെ പോകുമ്പോൾ ഞാൻ, ചേച്ചി, അമ്മ, അച്ഛൻ, പാറു, അമ്മമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മമ്മക്കും ഫുഡൊന്നും വേണ്ട. അവരങ്ങനെ പുറത്തുനിന്ന് കഴിക്കുന്നത് ഭയങ്കര റെയറായിട്ടാണ്. എന്നാലും അമ്മ കഴിക്കാറുണ്ട്, അമ്മമ്മ ഒട്ടും തന്നെ കഴിക്കില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലെത്തി. ഇത് പിറ്റേ ദിവസം വ്ളോഗാണ്. എനിക്ക് ട്രൗസറും ഒരു ട്രൗസർ പാൻറ്റും വേണമായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നിങ്ങനെ ഒരു മോം ഫിറ്റ് പോലെ കിടക്കുന്ന, എന്താ അതിൻ്റെ പേരെന്ന് എനിക്കറിയാം, പക്ഷേ എന്താ പറയുക, ആംഗിൾ ലെങ്ത്തിൽ കിടക്കുന്ന ഒരു സംഭവം. പിന്നെ ഞാനൊരു വൈഡ് ലെഗിൽ വരുന്ന ഒരു ട്രൗസർ പാൻറ്റായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ബ്ലാക്ക് ആൻഡ് ബ്രൗൺ. ആ 2 ഷെയ്ഡ് വെച്ചിട്ട് നമുക്ക് കുറേ സ്റ്റൈൽസ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എടുക്കാമെന്നുള്ളത്. പിന്നെ കണ്ണൂർ കൂത്തുപറമ്പ് ഭാഗത്ത് അല്ലെങ്കിൽ തലശ്ശേരി ഭാഗത്തുള്ളവരാണെങ്കിൽ എന്തായാലും ഈ ഒരു സ്റ്റോറിലൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം. ഈ ഒരു സ്റ്റോറിൻ്റെ പേരാണ് പിങ്ക് എന്ന് പറയുന്നത്. ഇവിടെ അടിപൊളിയായിട്ടുള്ള വെസ്റ്റേൺ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. വെസ്റ്റേൺ ടോപ്സ് ആയാലും ലോഞ്ച് വെയർ, അങ്ങനത്തെ അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഞാനിവിടെ നിന്ന് ഒരു 4-5 സംഭവം എടുത്തിട്ടുണ്ട്. ഷർട്ട് 2 എടുത്തു, ഷർട്ട് 3 എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ക്രോപ്പ് ടോപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് വീണ്ടും പിറ്റേ ദിവസമാണ്. ഞാൻ ഏച്ചിയും കൂടിയിട്ട് ഒരു ഫൈനൽ ഷോപ്പിംഗ് എന്നുള്ള രീതിയിൽ പോവുകയാണ്. അങ്ങനെ കാര്യമായിട്ട് ഷോപ്പ് ചെയ്യാനില്ല, കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. എനിക്ക് വേണ്ടിയിട്ടല്ല, അതായത് പുറത്ത് ഉള്ള ഞാനിപ്പോൾ പോകുന്ന സ്ഥലത്തുള്ള അവിടെ കുറച്ച് ഫാമിലി ഉണ്ട്. അപ്പം അവിടെയാണ് അവർക്ക് കുറച്ച് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു കഫേയിൽ കയറാം. കാരണം നമ്മളിന്ന് നേരത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, ഉച്ചക്കത്തെ ഫുഡ്. അപ്പം ഈവനിങ് ടൈമിലാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചത് എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കമ്ര എന്ന് പറയുന്നൊരു കഫേ, അതായത് MRN തന്നെ ഒരു ബ്രാഞ്ചാണ് കമ്ര എന്ന് പറയുന്നത്. അവിടെ കയറിയിട്ട് നമ്മളൊരു റാപ്പാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അവിടുത്തെ ആ ഒരു പ്ലേസിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. നിങ്ങൾ ഭയങ്കര എസ്തെറ്റിക് കഫേസൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി വിസിറ്റ് ദെയർ. അവിടെ അടിപൊളിയായിട്ട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും, പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചുകൂടി ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അടിച്ചു പൊളിക്കാം. അവിടെ ഒരു ഗ്രൂപ്പ് ഇരുന്നിട്ടുണ്ടായിരുന്നു. ദേവർ എന്താ പറയുക, ഭയങ്കര എൻജോയ് ചെയ്തിട്ടായിരുന്നു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ കുറേ കളിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ അവിടെ ഇതുപോലെ ഒരു ഊഞ്ഞാലുണ്ട് കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. പക്ഷെ ഞാനും ഏച്ചിയും വന്നത് ഒരു അലർന്ന കോലത്തിലായിരുന്നു ഗൈസ്. അവിടെ 2 റാപ്പായിരുന്നു അവൈലബിൾ ആയിരുന്നത്. ഒന്ന്
കാത്തി റോളായിരുന്നു. പിന്നെ സെക്കൻഡ് വൺ ഒരു സ്പൈസി ആയിട്ടുള്ള സംഭവം. ആ സ്പൈസി ആയിട്ടുള്ള സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരു പെരി പെരി അങ്ങനത്തെ കൈൻഡ് ഓഫ് ടേസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിക്കും മേശിക്കും മെയിനായിട്ട് നമ്മളിങ്ങനെ വല്ല കഫേസിൽ വന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് റാപ്പും കാര്യങ്ങളൊക്കെയാണ്. കാരണം നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഫുൾ കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഉറപ്പുള്ളൊരു സാധനം അതായിരിക്കും. ബാക്കിയൊക്കെ എന്തായാലും വേസ്റ്റാക്കും. ഇതും എനിക്ക് ഫുള്ളൊന്നും കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അതിൻ്റെ അകത്തുള്ള ഫീലിങ്സ് മാത്രം അവസാനം എടുത്ത് കഴിക്കാണ് ഉണ്ടായത്. അപ്പോൾ ഇത് നമ്മൾ ക്യാപിച്ചിനോ ആണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറേ ആയി ഇപ്പോൾ കോഫി കുടിച്ചിട്ടൊരു 2-2.5 ആഴ്ച എന്തായാലും ആയിട്ടുണ്ടാവും. എനിക്ക് ഓർമ്മയില്ല എപ്പോഴാണ് കുടിച്ചതെന്ന്. ഞാൻ കുടിക്കാതെ നിൽക്കുമായിരുന്നു. എനിക്ക് കോഫി കുടിച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അന്ന് ഉറക്കം കിട്ടിയില്ല. അത് ഭയങ്കര പ്രശ്നമുള്ള കാര്യം. ഇതാണെങ്കിൽ ക്യാപിച്ചിനോ ആയിട്ട് സ്ട്രോങ് കോഫി കൂടി ആയതുകൊണ്ട് എനിക്ക് ഇന്നലെ രാത്രി ഒട്ടും ഉറക്കം കിട്ടിയില്ല. ഞാൻ പിറ്റേ ദിവസമാണ് വ്ളോഗ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെയുണ്ട് അല്ലെങ്കിൽ എനിക്ക് മാത്രമുള്ളൊരു പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ആര് കോഫി ഓഫർ ചെയ്താലും എനിക്ക് ഇന്ന് ഉറങ്ങണമെങ്കിൽ ഞാൻ എന്തായാലും കോഫി ഞാൻ കുടിക്കാറേ ഇല്ല. ഇൻ കേസ് എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിലാണ് ഞാൻ കുടിക്കാറുള്ളൂ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഫാൻസി ഷോപ്പിലേക്കാണ്. അവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ്, ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ട്. പിന്നെ അവർക്ക് നോക്കിയ സമയത്ത് ഞാനൊരു ലിപ്സ്റ്റിക്ക് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ സെറ്റഫലിൻ്റെ മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു നെയിൽ പോളിഷ് വേണമായിരുന്നു. പക്ഷേ ഞാനത് ഇവിടെ നടത്തിയില്ല. ഞാൻ നേരെ അൺലിമിറ്റഡിൽ പോയി. ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അൺലിമിറ്റഡ് പോയ സമയത്തുള്ളത്. അവിടെ നല്ല ഓഫറിൽ ഇപ്പോൾ കിടക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ പേർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയപ്പോൾ തന്നെ നല്ല നേരമായി. അപ്പോൾ ഇന്ന് പാറ് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ഈ ഒരു ടൈം ആകുമ്പോഴത്തേനും ആ പോകുന്ന സങ്കടം ചെറുതായിട്ട് എൻ്റെ മനസ്സിൽ വരാൻ തുടങ്ങി. ബൈ ഗായ്സ്, see you, love you. ഈ വ്ളോഗ് വളരെ റാൻഡം ആയിട്ടുള്ളൊരു വ്ളോഗാണ്. ഇത് എനിക്കൊരു മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇനി എക്സൈറ്റിംഗ് ആയിട്ടുള്ള വ്ളോഗ്സ് ആയിട്ട് നമ്മൾ കാണുന്നതായിരിക്കും. അതുവരെ ഇറ്റ്സ് മീ അനിക രമേശ് സൈനിങ് ഓഫ്. ബൈ.